ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഈ സന്ദേശത്തിന് ആധാരമായി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പുരോഹിതനായ സക്കറിയാവിനോട് ദൈവം തന്റെ ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുന്ന അരുളപ്പാടാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. അതിന്റെ അവസാന ഭാഗത്ത് ദൂതൻ സക്കറിയാവിനോട് അരുളി ചെയ്യുകയാണ്, നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. ആ ഭാഗം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഭാരമുളവാകും, വേദന ഉണ്ടാകും. അതിൻ്റെ കാരണം, നാളിതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന സക്കറിയാവ് ഇനി മുതൽ കുറച്ച് സമയത്തിലേക്ക് സംസാരിക്കാതാകുമെന്ന് ദൂതൻ തന്നോട് അരുളി ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു കാര്യം തന്നിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ കാരണമുണ്ടായിരുന്നു. ആ കാരണം 20-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം കാണുന്നു. അത് ഇപ്രകാരമാണ്: തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ എന്ന് ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് പറയുകയാണ്. അപ്പോൾ താൻ സംസാരിക്കാൻ കഴിയാതെ മൗനമാകാൻ പോകുന്ന ഈ സാഹചര്യത്തിലേക്ക് എത്തപ്പെടാൻ ആ കാരണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ കാരണത്തിലൂടെ ഒരു ദൂത് നിങ്ങളോട് പറയുവാൻ കർത്താവിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രേരണ നൽകുന്നു. ആ കാരണം ഇതായിരുന്നു: ദൈവത്തിൻ്റെ വാക്ക് താൻ വിശ്വസിച്ചില്ല. ശരിക്കും ദൂതൻ പറയുന്ന വാക്കുകൾ താൻ വിശ്വസിക്കേണ്ടിയിരുന്നു. അതിൻ്റെ കാരണം, ജീവിതത്തിൻ്റെ അകത്ത് താൻ പ്രാർത്ഥിച്ചു വന്നൊരു പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു ആ കർത്താവിൻ്റെ വാക്ക്. തനിക്കൊരു മകനില്ലാത്തതിൻ്റെ തീവ്രമായ വേദനയിലൂടെ സക്കറിയാവ് കടന്നു പോവുകയായിരുന്നു. തൻ്റെ പേര് നിലനിർത്തേണ്ടതിന് തനിക്കൊരു തലമുറയില്ലാത്തത് കൊണ്ട് അതിഭയങ്കരമായി ദുഃഖത്തിൻ്റെ അകത്ത് കടന്നു പോകുമ്പോൾ തനിക്കൊരു മകൻ ജനിക്കപ്പെടണമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ താൻ പ്രാർത്ഥിച്ചു വരുമ്പോൾ, ദൈവസന്നിധിയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ, ദൂതൻ തൻ്റെ അടുക്കൽ പ്രത്യക്ഷനായി അരുളി ചെയ്ത വാക്കുകളായിരുന്നു ആ വാക്കുകൾ. സ്തോത്രം. ധാരാളം കാര്യങ്ങൾ അതിലൂടെ കർത്താവിന്റെ ആത്മാവ് തന്നോട് സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം ഓർപ്പിക്കട്ടെ. 13-ാമത്തെ വാക്യത്തിനകത്ത് കാണുന്നു, ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടേണം. സ്തോത്രം. തനിക്കൊരു മകനില്ലാത്തതിൻ്റെ വേദന തൻ്റെ അകത്ത് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു വരുന്ന സക്കറിയാവിന്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായി, നിനക്കൊരു മകൻ ജനിക്കപ്പെടും, ആ മകൻ ഇന്ന പേര് നീ നൽകണമെന്നും കൂടെ കൃത്യമായി ദൈവത്തിൻ്റെ അരുളപ്പാട് സക്കറിയാവിനോട് അറിയിക്കുക. എന്നാൽ ഈ വാക്ക് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയാതെ താൻ മൗനമായി തീരുമെന്ന് ദൂതൻ സക്കറിയാവിനോട് അരുളി ചെയ്യുന്നത്. ആ ഭാഗത്തു നിന്ന് ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ അരുളപ്പാട്, അത് മാത്രം, ആ ഭാഗം മാത്രം ഈ ഭാഗത്ത് നിന്ന് ഓർപ്പിക്കട്ടെ. സ്തോത്രം. 20-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവിൻ്റെ വാക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ അരുളപ്പാട്, അതിന് 2 പ്രത്യേകതകളെ ഈ വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. സ്തോത്രം. ഒന്ന്, കർത്താവിൻ്റെ വാക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ളതാണ്. രണ്ടാമത്തേത്, അത് സംഭവിക്കുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കർത്താവിൻ്റെ വാക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ അരുളപ്പാട് അത് തക്ക സമയത്ത് നിവർത്തി വരാനുള്ളതാണ്. അതിന് സമയം തെറ്റുകയില്ല. അത് തന്നെയാണ് സക്കറിയാവിനോട് ദൂതൻ പറയുന്നത്, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയങ്ങളോട് ഞാൻ പറയട്ടെ, കർത്താവ് തൻ്റെ വചനത്തിലൂടെയോ തൻ്റെ അഭിഷിക്തന്മാരിലൂടെയോ നേരിട്ടോ നിങ്ങളോട് അരുളി ചെയ്യുന്ന വാക്ക്, അരുളപ്പാട്, അത് തക്ക സമയത്ത്
നിവർത്തി വരുവാനുള്ളതാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, അതിന് സമയം തെറ്റുകയില്ല. നിശ്ചയമായും തക്ക സമയത്ത് ആ വാക്ക് നിവർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ദൂതിൻ്റെ നിവർത്തീകരണം കാണാതാരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ അവരോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ അരുളപ്പാട് തക്ക സമയത്ത് നിവർത്തി വരുന്നതാണ്. അതിന് സമയം തെറ്റത്തില്ല. നിശ്ചയമായും സമയം തെറ്റാതുള്ള ഒരു ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ ദൂതിൻ്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. രണ്ടാമത്, അത് സംഭവിക്കുന്നതാണ്. ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കി ഓർപ്പിച്ചാൽ, സംഭവിക്കാതിരിക്കുന്നതല്ല. അത് സംഭവിക്കുന്നതാണ്. നിങ്ങളോട് കർത്താവ് ഒരു ദൂത് അറിയിച്ചാൽ, അരുളപ്പാട് അറിയിച്ചാൽ, ഒരു വാക്കറിയിച്ചാൽ, സാഹചര്യങ്ങളോ നിങ്ങളായിരിക്കുന്ന മേഖലകളോ നിങ്ങളുടെ ശരീരത്തിൻ്റെ അനുഭവങ്ങളോ ഒരുപക്ഷെ സംഭവിക്കത്തില്ല എന്നൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രണിച്ചാലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ വാക്കും കർത്താവിൻ്റെ അരുളപ്പാടും നിശ്ചയമായും സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ അരുളപ്പാടുകളിലേക്കും വാക്കുകളിലേക്കും നമ്മൾ അടുക്കുവാൻ തയ്യാറായാൽ തക്ക സമയത്ത് അത് നിവർത്തിയാക്കപ്പെടും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാമല്ലോ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജിന് അവസാനം കുറിക്കുകയാ. സ്തോത്രം. എന്തിന് നിങ്ങൾ സംശയിക്കുന്നു? ദൈവമല്ലേ നിങ്ങളോട് അരുളി ചെയ്തത്? സ്തോത്രം. ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ, അരുളി ചെയ്യുന്ന ദൂതിന് മുമ്പിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു മനുഷ്യനല്ലേ അത് അരുളി ചെയ്യുന്നത്. സ്തോത്രം. ഇവിടുത്തെ ഒരു വ്യക്തികളുമല്ല അരുളി ചെയ്യുന്നത്, അത് ദൈവമാണ്. അതുകൊണ്ട് നിശ്ചയമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നിവൃത്തിയാക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് സംശയിക്കാതെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തെല്ലാം നിശ്ചയമായും നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, വാക്കുകൾ തക്ക സമയത്ത് നിവൃത്തിയാകും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായി സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.